നമസ്കാരം. ബിസിനസ് ഐഡിയാസ് ഇൻ ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിയാസ് അബ്ദുൽ സലാം. ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ബിസിനസ്സുകൾ വിജയിപ്പിക്കുന്നതിൽ മാർക്കറ്റിങ്ങിലുള്ള പങ്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് വളരെ ചിലവ് കുറച്ച് ആവശ്യമായ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ചിലവ് കുറവാണ്. അതുപോലെ നമുക്ക് വേണ്ട കസ്റ്റമറെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് പരസ്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന പരസ്യ ക്യാമ്പയിനുകൾ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ നടത്തുന്ന പരസ്യ ക്യാമ്പയിനുകൾ എത്രത്തോളം ഫലവത്താണ് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനും സാധിക്കും. അതനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചർ മാർക്കറ്റിങ്ങിൽ വേണ്ട ചേഞ്ചുകൾ, മാറ്റം വരുത്തി അതിനനുസരിച്ച് പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും സാധിക്കും. എന്നാൽ ഒരു ചെറുകിട ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളെ സമീപിക്കുക എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവരുടെ സർവീസ് ചാർജ് നമുക്ക് ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കണമെന്നില്ല. അത്തരം സാഹചര്യത്തിൽ ചെറുകിട ബിസിനസ്സുകാരന് ചെയ്യാൻ കഴിയുന്നത് സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് അത് സ്വയം നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര നേട്ടമുണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. എന്നാൽ ആ വെബ്സൈറ്റ് ഇന്ന് കോഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. വേഡ് പ്രസ് തീമുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ തന്നെ ഒരു ഡൊമൈൻ വാങ്ങി, നമുക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ്സിൻ്റെ പേരിൽ ഡൊമൈൻ വാങ്ങിയിട്ട് ഒരു ഹോസ്റ്റിംഗ് പ്ലേസും നമ്മൾ വാങ്ങിയിട്ട് അത് നമുക്ക് ഒരു വേഡ് പ്രസ് സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ഏതൊരാൾക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കുക, ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ഏതൊരു സാധാരണക്കാരനും ഒരല്പം പരിശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കുന്നത് വളരെ വലിയ കാര്യമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം യൂട്യൂബ് ചാനലുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു വരുമാനമുണ്ടാക്കി എത്രയോ പേര് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ, മറ്റ് ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴിയും ഒക്കെ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിലും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ബേസിക് ധാരണ ഉണ്ടാക്കുകയും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്നാൽ നിലവിൽ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലിയോ ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സുകൾ 3, 4, 5 മാസത്തേക്കുള്ള കോഴ്സുകളൊന്നും റെഗുലറായിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സമയമുണ്ടായിരിക്കുകയില്ല. അപ്പോൾ അത്തരക്കാർക്ക് അനുയോജ്യമായ 1 or 2 ദിവസത്തെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുകയും പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോകളും ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപഠിക്കുകയും ഒക്കെ ചെയ്യാം. അതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെയുള്ള സംശയ നിവാരണമൊക്കെ നടത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് മാറാൻ സാധിക്കും. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് നൽകുക. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള കോഴ്സുകളുടെ വിവരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. വളരെ നന്ദി.